الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിന് അല്ലെങ്കിൽ ഒരു മുവഹിദിന് അയാളുടെ അഖീദ സഹീഹാക്കിയതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായി നിർബന്ധമാക്കുന്ന കാര്യം 5 നേരത്തെ നിസ്കാരമാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് അയച്ചു. അദ്ദേഹത്തിന് നസീഹത്ത് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ അവിടെ ചെന്നാൽ ആദ്യം നീ കണ്ടുമുട്ടുക അഹ്ലി കിതാബിൽപ്പെട്ട ചില ആളുകളെ ആയിരിക്കും. അപ്പൊ അവരോട് നീ ആദ്യമായി പറയേണ്ടത് വല്യകുൻ അവ്വലു മാ തദ്ഊഹും ഇലൈഹി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ആദ്യം അവിടെ ചെന്ന് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ്. അവരങ്ങനെ പ്രവർത്തിച്ചാൽ എന്താണ് ആ വാക്ക്? വഇദാ ഫഅലൂഹു, നിന്റെ വാക്ക് കേട്ട് അവർ മുവഹിദുകളായാൽ ഫഅ്മുറുഹു, നീ അവരോട് പറയണം ഇന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈക്കും 5 സ്വലവാത്തിൻ യൗമൻ വലൈലൻ, രാവും പകലുമായി അല്ലാഹു 5 നേരത്തെ നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്, അത് നിർവഹിക്കാൻ. അതുകൊണ്ടാണ് അർക്കാനുൽ ഇസ്ലാം 5 പറഞ്ഞപ്പം 1 ഷഹാദ പറഞ്ഞു, 2 വഇഖാമുസ്സല, നിസ്കാരം നിലനിർത്തല. എന്താണ് ഇഖാമത്തുസ്സല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയോ നിങ്ങൾക്ക് തോന്നിയ പോലെയോ നിങ്ങൾ പഠിച്ചു വെച്ച പോലെയോ അതല്ലെങ്കിൽ നിങ്ങൾ ശീലിച്ച പോലെയോ ഒന്നും നിസ്കരിച്ചാൽ ശരിയാവൂല. നിലമറിച്ച് ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ തന്നെ നിസ്കരിക്കണം, എന്നാലേ നിസ്കാരമാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് 4 മദ്ഹബിന്റെ പിറകെ കൂടി ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിസ്കരിച്ചത് എന്ന കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലല്ല. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഇങ്ങനെയാ നിസ്കരിച്ച്, അതുകൊണ്ട് ഞാൻ അങ്ങനെ നിസ്കരിക്കുന്നു. ശാഫിഈ മദ്ഹബിൽ ഞാൻ എങ്ങനെയാ പഠിച്ച്, അതുകൊണ്ട് ഞാൻ അങ്ങനെ നിസ്കരിക്കുന്നു. അതിനർത്ഥം മദ്ഹബ് വേണ്ടെന്നല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങളെ തള്ളിപ്പറയുന്നു എന്നുമല്ല. ഇജ്തിഹാദ് ചെയ്യാൻ മാത്രമുള്ള ഇൽമൊന്നും നമുക്ക് ഇല്ലതാനും. എന്നാലും നമ്മൾ ഷാഫി മദ്ഹബിന്റെ ആൾക്കാരായാലും ഹനഫികളായാലും ഹംബലിയോ മാലിക്കോ അല്ലെങ്കിൽ അതിന് ശേഷം വന്ന ഇമാമികൾ ആരായാലും അമലുകൾ ചെയ്യുന്നത്, പ്രത്യേകിച്ചും നിസ്കരിക്കുന്നത് മുത്തബിഅൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാഫി മദ്ഹബിൽ ഇങ്ങനെ ആയതുകൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായി ഇമാം ഷാഫിഈ ഇങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടി, ഞാൻ അങ്ങനെ ചെയ്യുന്നു. അതേ ഇമാം തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വഹീഹായ ഹദീസിനെതിരായി പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിലോ ഞാൻ തള്ളിക്കളയുന്നു. അദ്ദേഹത്തെ അല്ല, അദ്ദേഹത്തിന്റെ ആ അഭിപ്രായത്തെ. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഒരു മദ്ഹബുകാരനും ഞാൻ ഇങ്ങനെ എന്തുകൊണ്ടാ ഹനഫികൾ കൈ ഉയർത്താത്തത്, ഹനഫി മദ്ഹബിൽ അങ്ങനെ ഇല്ല, അതൊരു മറുപടിയല്ല. എന്തുകൊണ്ടാണ് ഷാഫികൾ സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നത്, ഷാഫി മദ്ഹബിൽ അങ്ങനെയുണ്ട്, അതൊരു മറുപടിയല്ല. മറിച്ച് നമ്മൾ എന്ത് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മഹുല്ലാഹു തആല നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർദുകളും വാജിബാത്തുകളും ഒക്കെ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥ രൂപത്തിലാക്കി നമ്മുടെ മുമ്പിൽ തന്നത്. അത് പഠിച്ച് ഹദീസിനെ അടിസ്ഥാനമാക്കി പഠിച്ച് ധൈര്യത്തോടെ സംശയമില്ലാതെ അമൽ ചെയ്യാൻ. ഇൽമിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ മനസ്സിന് തറദ്ദുദ് ഉണ്ടാവൂല. അങ്ങനെ ആയിരിക്കോ, ഇങ്ങനെ ആയിരിക്കോ, അങ്ങനെയല്ലേ ചെയ്യുന്നത് കണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ ചെയ്തു വന്നത്, അത് മാറിക്കിട്ടും ഹദീസ് കൈമ കിട്ടിയാൽ. അതാണ് ഷെയ്ഖ് റഹ്മഹുല്ലാഹു തആല
ഈ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ ഷർത്തുകൾ ചർച്ച ചെയ്തത്. അതിലൊന്ന് പറഞ്ഞു അൽ ഇസ്ലാം. ഒന്നാമത്തെ ഷർത്ത് നിസ്കരിക്കുന്ന ഒരാള് മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഷർത്ത് നിബന്ധനയാക്കലോടുകൂടെ കാഫിറുകൾ, മുശ്രിക്കുകൾ, മുനാഫിഖുകൾ ഇവരെല്ലാം അതിൽ നിന്നും പുറത്തുപോയി. ഇപ്പൊ മുശ്രിക്കോ അല്ലെങ്കിൽ കാഫിറോ അല്ലെങ്കിൽ മുനാഫിഖോ ആയ ഒരാളാണ് വളരെ കൃത്യമായി സമയം പാലിച്ച് നിഷ്ഠയോടുകൂടി നിസ്കരിക്കുന്നതെങ്കിലും അയാളുടെ നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ എറിയപ്പെട്ട വെറും പൊടികളെ പോലെ മാത്രമേ ഉള്ളൂ. അമലായി, നിസ്കാരമായി അള്ളാഹു അതിനെ കബൂൽ ചെയ്യൂല. രണ്ട് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് റഹ്മഹുല്ലാഹു തആല അതിനെ സ്ഥാപിച്ചു. അപ്പൊ നിസ്കരിക്കേണ്ടത് മുസ്ലിം ആയിരിക്കണം. ഇമാമ് നിൽക്കേണ്ടതോ അതിനോടനുബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ അറിയേണ്ട കാര്യമാണ്. ഇമാമ് നിൽക്കേണ്ടതും മുസ്ലിം ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, അതെന്താ മുസ്ലിം അല്ലാത്ത ഒരാൾ ഇപ്പൊ ഇമാമ് നിൽക്കുന്നുണ്ടോ? മുസ്ലിമാണെന്ന് ബാഹിയേനെ തോന്നിപ്പിക്കുന്നവർ ഇമാമ് നിൽക്കുന്നുണ്ട്. ഇസ്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിഗണിക്കുക ബാഹ്യമായ വേഷത്തിലോ രീതിയിലോ അല്ല, മറിച്ച് ഖൽബിലാണ്. ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ രണ്ട് റുക്നുകൾ പാലിക്കാത്തവൻ മുസ്ലിം അല്ല, ഇമാമത്തിനും കൊള്ളൂല. ഏതാ രണ്ട് റുക്കുൻ? ഇതേ ഈ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞ നമ്മള് ഷഹാദത്തിന്റെ രണ്ട് ഫർദുകൾ. നഫിയുൽ ആം ഇസ്ബാത്തുൽ ഖാസ്. ഇത് മനസ്സിലുണ്ടാവണം. നിസ്കാരത്തിന്റെ ഷർത്തിലേക്ക് എത്തി നമ്മള്. അപ്പൊ ഷഹാദത്തിന്റെ ഫർദിന് പറഞ്ഞൂടാ. ഒന്ന് നഫിയുൽ ആം, അള്ളാഹു അല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ ഇതിനെ മുഴുവൻ തള്ളി പറഞ്ഞിരിക്കണം. വെറുതെ മനസ്സിൽ പറഞ്ഞാൽ പോരാ, നിഷേധിക്കണം. അള്ളാഹു അല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ എന്തൊക്കെയും ദുനിയാവിൽ ആരാധിക്കപ്പെടുന്നുണ്ടോ അതെല്ലാം തെറ്റാണ്, ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. രണ്ട് ഇസ്ബാത്തുൽ ഖാസ്, എന്നിട്ട് അള്ളാഹുവിനെ മാത്രം സ്ഥിരപ്പെടുത്തുക. അപ്പോഴെന്താവുള്ളൂ? രണ്ട് ഫർദുകൾ ചേരുമ്പോഴേ കലിമയുടെ ആകത്തുകയാവുള്ളൂ, അതിന്റെ അർത്ഥം ശരിയാവുള്ളൂ. അള്ളാഹു പറഞ്ഞു, താഗൂത്തുകളെ ആര് നിഷേധിക്കുന്നുവോ വയുമിൻ ബില്ലാഹ്, എന്നിട്ടാൽ അള്ളാഹുവിൽ ഈമാൻ ഉൾക്കൊള്ളുന്നുവോ, അവനാണ് ഉർവത്തുൽ വുസ്ഖയെ മുറുകെ പിടിച്ചവൻ. ഉർവത്തുൽ വുസ്ഖ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉർവത്തുൽ വുസ്ഖ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുള്ളൂ. ഇമാമ നിൽക്കുന്നവൻ അത് ശരിയായവനാവണം, എങ്കിലേ ഓന് നിസ്കാരം നിർബന്ധമുള്ളൂ. നിസ്കാരം നിർബന്ധമില്ലാത്തവന്റെ ബാക്കിൽ നമ്മൾ നിന്നാൽ നമ്മുടെ നിസ്കാരവും ബാത്തിലാവും. വളരെ ശ്രദ്ധിക്കണം. ആദർശത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസിന് തയ്യാറായിക്കൂടാ. നമ്മൾ മാഷിത്തത്തിന്റെ കഥ പറഞ്ഞല്ലേ ക്ലാസ്സിൽ? മാഷിത്തത്തി ബിനത്തി ഫിർഔൻ, ഫിർഔന്റെ മോൾക്ക് രാജകുമാരിക്ക് മുറുകി കൊടുത്തൊരു പെൺകുട്ടി. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യം വന്നു പറഞ്ഞതാണ്. ഇസ്രാഇന്റെ രാത്രിയിൽ 7 ആകാശത്തിലും അതിമനോഹരമായ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ മാ ഹാദിഹി റായിഹത്തു ത്വയ്യിബ, സഹീഹ് മുസ്ലിമിന്റെ റിവായത്താണ്. എന്താണ് ജിബ്രീൽ ഈ നല്ല മണം? അപ്പോഴാ പറഞ്ഞു കൊടുത്തത് മാഷിത്താന്റെയും മക്കളുടെയും മണമാണ്. കഥ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഫിർഔന്റെ കൊട്ടാരത്തില് ആദർശത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ പിടിച്ചു നിന്നതിന്റെ ഫലമായിട്ടാണ്. അവളെയും അവളെ കുഞ്ഞുങ്ങളെയും ചെമ്പിന്റെ പാത്രം ചൂടാക്കി അതിലിട്ട് കരിച്ചു കൊന്നുകളഞ്ഞു ഫിർഔൻ. എന്തിന്റെ പേരിൽ? ഒരഡ്ജസ്റ്റ്മെന്റിന് ആ ഉമ്മയും മക്കളും തയ്യാറാവാത്തതിന്റെ പേരിൽ. അവരുടെ മണമാണ് 7 ആകാശത്തും അങ്ങ് ആസ്വദിച്ചത്. അപ്പൊ ആദർശത്തിൽ അങ്ങനെ കട്ടിക്കട്ടിയായിരിക്കണം. അതാണ് ഇസ്ലാം. ഖൈർ. രണ്ടാമത്തെ ഷർത്ത്, നിസ്കരിക്കുന്നതിന്റെ രണ്ടാമത്തെ ഷർത്ത് അൽ അഖ്ലു. എന്താണ്?
ബുദ്ധി ഉണ്ടായിരിക്കണം. വദിദ്ദുഹു അൽ ജുനൂൻ, ബുദ്ധി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഭ്രാന്തനാണെങ്കിൽ നിസ്കാരം നിർബന്ധമില്ല. അപ്പൊ സി എം മടവൂരിനും അപ്പൊ അയാളെ കുറ്റം പറയേണ്ട കാര്യമില്ല, നമ്മൾ കുറ്റം പറയുന്നില്ല. സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യില്ല, കുറ്റം പറയൂല. കാരണം അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്നെ പിൽക്കാലത്ത് കിതാബും പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. മൂപ്പര് ജദിബിന്റെ ഹാലിലെത്തിയ മഹാനായിരുന്നു. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഭ്രാന്തനായ മഹാനായിരുന്നു. അപ്പൊ ഭ്രാന്തൻ എന്തില്ല, പക്ഷേ അയാളെ ഉപയോഗപ്പെടുത്തുന്നവൻ ഭ്രാന്തനല്ല. പിന്നെ ആരാണ്? ഖുറാന്റെ ഭാഷയിൽ കഴുതയാണ്. ഗദ, ഗദ, കഴുത. കോഴിക്കോട് ഭാഷയിൽ എന്താ ഗദക്ക് പറയാ? ഹിമാർ. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അയാളെ ഉപയോഗപ്പെടുത്തുന്നവൻ കഴുതയാണ്. അയാൾ മജ്നൂൻ, അതുകൊണ്ട് നിസ്കാരം നിർബന്ധമില്ല. അതുകൊണ്ടായിരിക്കാം മൂപ്പരോട് നിങ്ങൾ നിസ്കരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞത്? അവര് വന്നിട്ട് പറയുന്നു, എന്താ ഇയാൾ നിസ്കരിക്കാത്ത? അപ്പൊ കൈയാഴ്ച പറഞ്ഞു, ഞാൻ ഹറമിൽ നിസ്കരിച്ചു കൊടുക്കാണ്. ഏതാ ലുഹറിനാ ചോദിക്കുന്നത്. അപ്പൊ ഹറമില് ലുഹറാവാൻ 2.5 മണിക്കൂർ കഴിയണം, എന്നാലേ ലുഹർ ആവുള്ളൂ. ഇതാണ് ഖൗമിന്റെ അവസ്ഥ. കാസർഗോഡ് കുനിയയില് കഥകളുടെ ഭണ്ഡാരം, അല്ലെങ്കിൽ എന്താ പറയാ, എന്താണ് സാഹിത്യവാക്ക്? കെട്ടുകഥകളുടെയും മായാവി കഥകളുടെയും എന്തെന്നാ പറയാ സാഹിത്യത്തിൽ പറഞ്ഞാല്? അവിടെ സമ്മേളനം നടന്നു കൊടുക്കല്ലേ, 100ാം വാർഷികം. കഥയോന്ന് പറഞ്ഞാൽ അമ്മാതിരി കഥകൾ. ഖൈർ. അപ്പൊ മജ്നൂനാണെങ്കിൽ, കാരണം എന്താ? വൽ മജ്നൂനു മർഫൂഉൻ അൻഹുൽ ഖലം ഹത്താ യുഫീഖ്. ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്ത് മാറുന്നത് വരെ പേന ഉയർത്തപ്പെട്ട ആളാണ്. മലക്കൾ എന്തെയില്ല, ഒന്നും എഴുതൂല. ശരിക്കും പറഞ്ഞാൽ ദുന്യവിയായിട്ടുള്ള ഹൈറുകൾ അവർക്ക് നഷ്ടപ്പെടുമെങ്കിലും ഒരർത്ഥത്തിൽ ഭ്രാന്തന്മാർ ഭാഗ്യവാന്മാരാണ്. കാരണം നാളെ ആഖിറത്തിൽ പൂർണ്ണ സുരക്ഷിതരായിരിക്കും. കാരണം കിതാബിൽ ഒന്നും ഉണ്ടാവില്ല. റുഫിഅൽ ഖലം, മലക്കൾ ആ പേന ഉയർത്തി വെച്ചിരിക്കുകയാണ്. നന്മ എഴുതാനില്ല, തിന്മ എഴുതാനില്ല. വദ്ദലീൽ, തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅൽ ഖലമു അൻ സലാസ. 3 ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അന്നായിം ഹത്താ യസ്തൈഖിദ്, ഒരാൾ ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ. വൽ മജ്നൂനു ഹത്താ യുഫീഖ്, ഭ്രാന്തൻ ആ ഭ്രാന്ത് നീങ്ങുന്നത് വരെ. വസ്സഗീറു ഹത്താ യബ്ലു, ചെറിയ കുട്ടികൾ പ്രായപൂർത്തി ആകുന്നത് വരെ. ഈ 3 പേരും ഒന്നും ഒരു നിയമവും ബാധകമില്ലാത്ത, നിർബന്ധിക്കപ്പെടാത്ത, എന്നാൽ മാതാപിതാക്കളുടെയോ കൂടപ്പിറപ്പുകളുടെയോ സ്നേഹിതന്മാരുടെയോ പ്രേരണയോ അധ്വാനമോ പരിശീലനമോ കൊണ്ട് ഈ പറയപ്പെട്ടവർ നന്മകൾ ചെയ്താൽ അതിന്റെ കൂലി ആർക്കുണ്ട്? പരിശീലിപ്പിച്ചവർക്ക് തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടാണ് ഒരു കുട്ടി ഹജ്ജിന്റെ സമയത്ത് ഒരു പെണ്ണ് ഒരു കുട്ടിരംഗത്ത് തന്നെ പൊന്തിച്ചു. അപ്പൊ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഹാദാ ഹജ്ജുൻ, ഈ കുഞ്ഞ് ഹജ്ജ് ചെയ്യണോ? റസൂലുള്ളാഹി പറഞ്ഞു, നഅം, ചെയ്തോട്ടെ, പക്ഷെ കൂലി നിനക്ക് കിട്ടും. കാരണം കൂലി എഴുതൂല, മലക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അതേപോലെ തിന്മയും ഉലമാക്കള് പ്രത്യേകിച്ച് പറഞ്ഞു, സഗീർ, പ്രായപൂർത്തിയാവാത്ത വകതിരിവില്ലാത്ത കുഞ്ഞുങ്ങളെ സിനിമ കാണിക്കുക, പാട്ട് കേൾപ്പിക്കുക, വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ അതേ ഉള്ളൂ, ഫോണിലൊക്കെ അതേ ഉള്ളൂ. ഹറാമുമായി ഡാൻസ് കളിപ്പിക്കുക, ആവശ്യമില്ലാണ്ട് ബർത്ത്ഡേ, ചെറുപ്പത്തിലേ ബർത്ത്ഡേക്ക് കേക്ക് കുറിപ്പിക്കുക, ഇതൊന്നും അവർക്ക് തെറ്റുള്ള സംഗതിയല്ല. മാതാപിതാക്കൾക്ക് അതിന്റെ ഇസ്മ് എഴുതപ്പെടും. എന്താ തെളിവ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈർ, ഒരാളൊരു നന്മക്ക് വഴി കാണിച്ചാൽ ആ നന്മന്റെ കൂലി അയാൾക്കും എഴുതും. തിന്മക്ക് വഴി കാണിച്ചാൽ ആ തിന്മന്റെ കൂലി ഇയാൾക്ക് തീർച്ചയായും എഴുതപ്പെടും. അതായത് ആഖിറത്തിൽ പോയിട്ട് അല്ലാഹു ഇഖ്റ കിതാബക്, കിതാബൊന്ന് വായിച്ചു നോക്കെന്ന് പറയുമ്പോ അതിൽ ഇഷ്ടം പോലെ തിന്മകൾ. ഇതൊന്നും ഞാൻ ചെയ്തല്ലല്ലപ്പാ, നീ ചെയ്തതല്ല, നീ പ്രേരിപ്പിച്ചത്, നീ വഴിയായത്. മൻ അആന അലാ മഅസിയത്തിൻ വലൗ ബിശിത്രി കലിമത്തിൻ കാന ശരീകൻ ലഹു ഫീഹാ. ആരെങ്കിലും ഒരാളെ ഒരു പാപത്തിന് സഹായിച്ചാൽ, വലൗ ബിശിത്രി കലിമത്തിൻ, ഒരു വാക്കിന്റെ കഷണം കൊണ്ടാണെങ്കിലും,
കാന ശരീകൻ ലഹു ഫീഹാ, അവന് ആ പാപത്തിൽ പങ്കാളിയാണ്. വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കാസർഗോഡ് നിന്ന് കോഴിക്കോടേക്ക് ട്രെയിനിൽ വരുമ്പോൾ മിക്കപ്പോഴും ഫാമിലികൾ ഉണ്ടാവും. നമ്മളെ പോലത്തെ തൊപ്പിയും കന്തൂറയും മോതിരവും ഒക്കെ ഇട്ട ആൾക്കാരെ കാണുമ്പോൾ അവർ എന്ത് വിചാരിക്കും? തങ്ങളാണ്. അങ്ങനെ വിളിക്കുക, തങ്ങളെ നിങ്ങൾ എങ്ങോട്ടാ? കോഴിക്കോടേക്ക്. മടവൂരിന്റെ അടുത്തേക്ക് എങ്ങനെയാ പോക്ക്? അടുത്ത ചോദ്യം അതാണ്. കോഴിക്കോടാണ് ഇറങ്ങേണ്ടത്. നമ്മ പറയും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, തൊപ്പിയും മോതിരവും കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു തങ്ങളാണെന്ന്. നമ്മൾ അതിന്റെ അഗെയിൻസ്റ്റ് ആണ്. അതുകൊണ്ട് വഴി പറഞ്ഞുതരാൻ നിർവാഹമില്ല, വഴി ഞാൻ പറഞ്ഞുതരില്ല, ഓർഷകാട്ടിൽ ചോദിച്ചെന്ന് പറയും. കാരണം ഇതാണ്, വലവു ബിശ്ശിത്തിരി കലിമത്തിൻ, ഒരു വാക്കിന്റെ കഷണം കൊണ്ടാണ് സഹായിയായതെങ്കിലും പാപത്തിൽ നമ്മൾ പങ്കാളിയാവും. അതുകൊണ്ട് തന്നെ ലാ ബുദ്ദ ലിൽ മുസല്ലി ഫീ സ്വലാത്തി, നിസ്കരിക്കുന്ന ഒരാൾക്ക് നിസ്കാരത്തിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു കാര്യം അയ്യകൂന ഹാദിറൽ അഖൽ, അയാളുടെ ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടാവണം. ലൈസ ഫാഖിദൻ ലഹു ബിജുനൂനിൻ ഔ സുഖിർ, ഒന്നുകിൽ ഭ്രാന്ത് കൊണ്ട് അല്ലെങ്കിൽ ലഹരി കൊണ്ട് അയാളുടെ ബുദ്ധി നഷ്ടപ്പെടാത്ത അവസ്ഥ ആയിരിക്കണം. ഈ അവസ്ഥ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാവും. കാരണം ലിഅന്നൽ മജ്നൂന മർഫൂഉൻ അൻഹുൽ ഖലം ഗൈറു മുകല്ലഫ്, ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഗൈറു മുകല്ലഫാണ്. എന്താ മുകല്ലഫിന്റെ അർത്ഥം? നിർബന്ധിക്കപ്പെട്ടവൻ, ശരീഅത്തിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടവൻ, അതാണ് മുകല്ലഫ്. നമ്മളെല്ലാം മുകല്ലഫാണ്. അതേസമയം മജ്നൂൻ ഗൈറു മുകല്ലഫാണ്, ശരീഅത്ത് നിയമം ചെയ്യുന്നില്ല, അയാളിൽ നിർബന്ധിക്കുന്നില്ല, പുറത്തു നിൽക്കുന്ന ആളാണ്. വസ്സുക്രാൻ, അതേപോലെയാണ് ലഹരി ബാധിച്ചവനും. അഫ്ഖദ നഫ്സഹു അഖലഹു ഫഅൽഹഖഹ ബിൽ മജാനി, അയാൾ ലഹരി ഉപയോഗിച്ച് അയാളുടെ ബുദ്ധിയുടെ സ്ഥിരതയെ നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരെ ഭ്രാന്തന്മാരുമായി ഖിയാസ് ചെയ്ത് അവർക്കും നിസ്കാരം അനുവദനീയം അല്ല. ഇതൊക്കെ എപ്പോഴും വരെയാ? ഭ്രാന്ത് മാറുന്നവരെ, അല്ലെങ്കിൽ ലഹരി ഒഴിയുന്നത് വരെ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഷർത്ത്. മുസ്ലിമായിരിക്കണം, ആഖിലായിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം. അസാലിസു, മൂന്നാമത്തെ ഷർത്ത് അത്തംയീസു, വകതിരിവ്. എങ്ങനെയാ മലയാളത്തിൽ പറയാ വകതിരിവിനെ? അല്ല, പ്രാവൃത്തിക്ക് മുമ്പുള്ള സമയം. കാര്യങ്ങൾ വേർതിരിച്ചതാ. ഇതേ പോയാൽ കുഴിയുണ്ട്, വീണു പോവും, അല്ലെങ്കിൽ ഇതിനെ തൊട്ടൂടാ, ഷോക്കടിക്കും, അല്ലെങ്കിൽ ഇത് തീയാണ്. ആ തിരിച്ചറിവുണ്ടാവുന്ന പ്രായം, അല്ലെങ്കിൽ ഉപ്പാനെയും ഉമ്മാനെയും ഒക്കെ വേർതിരിച്ച് മനസ്സിലാവുന്ന പ്രായം, അതാണ് തംയീസ്. അതുണ്ടായിരിക്കണം. കാരണം എന്ന് വെച്ചാല് ചിലപ്പോ പ്രായപൂർത്തിന്റെ പ്രായപൂർത്തിയായാലും തമ്മീസ് ഉണ്ടാവണം എന്നില്ല. അപ്പൊ തമ്മീസ് ഇല്ലാത്തൊരു 20 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തില്ല, അതേപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ട ആളുമല്ല, പക്ഷെ എന്തില്ല? നമ്മൾ മന്ദബുദ്ധി എന്ന് പറയും. അതാണ്, അതായത് കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാനൊരു കുടുംബത്തെ പരിചയപ്പെട്ടു. ഒരു ഉമ്മാക്ക് മോള് മന്ദബുദ്ധി, അവളങ്ങനെ എല്ലോ കല്യാണം കഴിപ്പിച്ചു, അവള് പ്രസവിച്ചു, 2 പെൺകുട്ടികൾ, 2ഉം മന്ദബുദ്ധി. വല്ലാത്തൊരു പരീക്ഷണം. എപ്പോഴും ദുആ ചെയ്യണം അല്ലാഹുവോട്. ഹിദായത്തിന് ശേഷം ഏറ്റവും വലിയ നിഅമ ആഫിയത്ത്. ഏറ്റവും വലിയ, നമ്മൾ ആഫിയത്ത് എന്ന് പറയുമ്പോൾ ക്യാൻസർ, കിഡ്നി രോഗം, അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, ഇതെല്ലാം നമ്മളെ മനസ്സിലേക്ക് വരുന്നുള്ളൂ, വലിയ വലിയ മാരക രോഗങ്ങൾ. ഇതല്ലാത്ത മറ്റു പലതുണ്ട്, ആളുകളെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർന്ന് തരിപ്പണമാവുന്ന രോഗം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഡോക്ടർമാർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു പരീക്ഷണം. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡെയിലി അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. ആഫിയത്ത് ചോദിച്ചിട്ടുള്ള ദുആയാണ്. എല്ലാത്തിലും ആഫിയത്ത് ഉണ്ടല്ലോ. സുജൂദിലുണ്ട്, ഇടയിലെ ഇരുത്തത്തിലുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അത്തഹിയാത്തിലുണ്ട്, എല്ലാത്തിലും ആഫിയത്തുണ്ട്. കോഴി കൂക്കുന്ന കേട്ടാ വരെ, കോഴി കൂക്കുന്ന കേട്ടാ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എന്ത് പറയണം നബിയെ? സഹാബാക്കൾ ചോദിച്ചു. പറയണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, അല്ലാഹുവേ ഞാൻ നിന്നോട് ആഫിയത്ത്. കാരണം കോഴി വെറുതെ കൂക്കൂല, അത് മലക്കുകളെ കണ്ടതുകൊണ്ടാണ് കരയുന്നത്. ആ സമയത്ത് നിങ്ങൾ ദുആ ചെയ്താൽ മലക്കുകൾ ആമീൻ പറയും, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത്ര വലുതാണ് ആഫിയ. അല്ലാഹു നസീബാക്കി തരട്ടെ. വദിദ്ദുഹു അസ്ഗർ, തമീസ് ആവണം എന്ന് ഷർത്താക്കി. അപ്പൊ എന്ത് മനസ്സിലായി? അതിനെതിരായിട്ടുള്ള ചെറിയ പ്രായം, കുഞ്ഞുങ്ങളെ പ്രായം, തമീസ് ഇല്ലാത്തത്, നിസ്കാരം നിർബന്ധമല്ല. വഹദ്ദുഹു 7 സിനീൻ, തമീസിന്റെ പരിധി എന്ന് പറഞ്ഞാൽ 7 വയസ്സാണ്.
7 വയസ്സിനപ്പുറത്ത് സിഗറിൽ പെടൂല, മീൻസ് കുട്ടികളിൽ പെടൂല. നിസ്കാരം പ്രേരിപ്പിക്കേണ്ടാത്ത, നിർബന്ധിക്കേണ്ടാത്ത, നിസ്കരിക്കേണ്ടാത്ത കുട്ടികളുടെ കൂട്ടത്തിൽ 7 വയസ്സുകാരനെ പെടുത്തൂല. അതിന് മുമ്പുള്ള പ്രായം ഓക്കെ. 7 വയസ്സാണ് തമീസിന്റെ പരിധി. 7 വയസ്സോടുകൂടി എന്തായി? നിർബന്ധായി. 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. 7 വയസ്സുവരെ എന്തില്ല? നിസ്കാരം വരെ 7 വയസ്സുവരെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷെ നമ്മള് 3 വയസ്സിൽ വിദ്യാഭ്യാസം നിർബന്ധമാക്കി. അങ്ങനെയുണ്ട്. ടീച്ചർ റബ്ബ് വരെ പറഞ്ഞു 7 വയസ്സായിട്ട് നിസ്കരിച്ചാൽ മതി, നിസ്കാരം പഠിച്ചാൽ മതി. നമ്മളോ 3 വയസ്സാകുമ്പോൾ തന്നെ ഉപ്പാക്കും ഉമ്മാക്കും ടെൻഷനായി. ടെൻഷൻ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനല്ല ടെൻഷൻ, ഏത് സ്കൂളിൽ അയക്കാന്നുള്ള ടെൻഷനാണ്. അതിനിപ്പോ ചെറിയ ഫീസുള്ള സ്കൂളായാൽ അത് ശരിയില്ലപ്പ. നമ്മൾ ഇത്രയും വലിയ ആൾക്കാരായിട്ട് മക്കൾ ഈ ചെറിയ സ്കൂൾ പഠിക്കുമ്പോൾ ഒരു സുഖമില്ല. പറയുമ്പോ എന്ത് പറയണം? ഫീസ് എത്രയാണ്? ഫീസ് ഒരു മാസം 15,000 ആവും. പറയുമ്പോ തന്നെ അതിലൊരു ഭയങ്കര ഇസ്സത്ത്. അതാണ് ഇന്നത്തെ ദുനിയാവ്. ഇന്നത്തെ ദുനിയാവ് അതാ. എന്നാലോ +1 എത്തി, +2 എത്തി. അനുഭവം പറയാട്ടോ, കഥ പറയുന്നല്ല. +2 എത്തി. എടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താടാ? എണീച്ച് നിന്നിട്ട് എന്തപ്പോ, മലപ്പുറം ഭാഷയല്ലേ, എന്തപ്പോ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം? വയസ്സെത്രയായി? +2-ന് 17 വയസ്സായി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറൂ അബ്നാഅക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കണം, ബിസ്സലാ, നിസ്കരിക്കാൻ, ലിസബ്ഇൻ, 7 വയസ്സായാൽ. എങ്ങനെയാ കൽപ്പന? കൽപ്പിക്കണമെങ്കിൽ വീട്ടിൽ ഒരു വടി വേണം, 2 കണ്ണുരുട്ടണം, 1 ശബ്ദം ഉയർത്തണം. അല്ലാണ്ട് എന്റെ ചക്കരയല്ല പഞ്ചാരക്കുട്ടനല്ലേ, ഒന്ന് നിസ്കരിക്കുമോനെ, ഇത് അമ്രല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ആ പ്രവാചകനാ പറയുന്നത് നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിച്ചോളണം 7 വയസ്സായാൽ. വദ്രിബൂഹും അലൈഹാ ലിഅശ്രിൻ, എന്നാ 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ അടിച്ചോളണം. ഇന്ന് വളരെ കുറവാണ് ഈ അടിക്കാന്നുള്ള പരിപാടി. അടി തർബിയത്തിന്റെ ഒരു ഭാഗമാണ്. ഗവൺമെന്റിന് ഒരു ഇമെയിൽ അയച്ചാൽ വിചാരിക്കില്ല. ഇങ്ങനെ കുറെ ഹദീസും പണ്ഡിതന്മാരെ ഇവാറത്തിൽ വെച്ചിട്ട് പിണറായി വിജയന്റെ ഓഫീസിലേക്ക് ഒരു ഇമെയില്, കുട്ടികൾ ശരിയില്ലാന്ന് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ വരുന്നതാണെന്നില്ല, അടിമുടി പിള്ളേരെ ഇടിക്കുന്നു, തെറി വിളിക്കുന്നു. എന്തൊരു കഥയായത്! നമ്മളാ ചെറുപ്പത്തിൽ സ്കൂളും മദ്രസയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാന്റെ റസൂലിന്റെ തർത്തീബാണിത്. വദ്രിബൂഹും, അടി കൊടുക്കേണ്ട സമയത്ത് അടിക്കണം. 10 മുതൽ 14 വരെ. 14 കഴിഞ്ഞാൽ പിന്നെ അടിയില്ല. അത് അതിന്റെ സമയം കഴിഞ്ഞു. അടിന്റെ സമയം, അടി കൊണ്ട് ഉപകാരപ്പെടുന്ന ടൈം 14 കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ നസീഹത്ത് കൊണ്ടേ കാര്യം നടക്കൂ. എന്താ നസീഹത്ത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ. 14 വരെ പ്രായപൂർത്തിയായി കൗമാരക്കാരായ പിന്നെ കൂടെ കൂടി ഉപദേശിച്ച് കൂട്ടി നടന്നാലേ ശരിയാവൂ. അതിന് മുമ്പാണ് അടി. 10 വയസ്സായാൽ ലയ്യനാവണം. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ലയ്യനായിട്ടില്ലെങ്കിൽ പിന്നെ പിള്ളേരെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ കേൾക്കുന്നില്ലേ? ഉമ്മ ചൂടായി പോയിട്ട് തൂങ്ങി, അവരുടെ ഉപ്പ ചൂടായി ഓൻ പോയിട്ട് ട്രെയിനിൽ തലവെച്ച്. കൗമാരക്കാർ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ആ ഹദീസിന്റെ 3-ാമത്തെ വാക്കെന്താ അറിയോ? വഫർരിഖൂ ബൈനഹും ഫിൽ മദാജിഅ, കിടപ്പറയിൽ നിങ്ങൾ അവർക്കിടയിൽ വേർപിരിക്കുക. 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് കിടത്താൻ പാടില്ല. ഒരേ ഉമ്മ പറ്റ ആണും പെണ്ണും ആണെങ്കിലും, ഒരു ആൺകുട്ടികളാണെങ്കിലും ഒരു പുതപ്പിനുള്ളിൽ കിടത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹിയുടെ സഹിഹ ഹദീസാണ്. ഏത് 6-ാം നൂറ്റാണ്ടിൽ കാട്ടറബികൾ ജീവിച്ച കാലത്ത് പറഞ്ഞതാണ്. ഇന്ന് ബുദ്ധിമുട്ട് മനുഷ്യന്മാർക്കെല്ലാം മനസ്സിലായി എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഇപ്പം പെണ്ണും കെട്ടലായി, ആണും കെട്ടലായി, കല്യാണമായി, അതിന് ഗവൺമെന്റിന്റെ സപ്പോർട്ടായി, അതിനുവേണ്ടി ചാനലായി, അതിനുവേണ്ടി സംസാരിക്കുന്ന ആൾക്കാരായി, അവർക്ക് എന്തുമായി, എന്തായാലും പറയാ, കൂട്ടായ്മക്ക് അസോസിയേഷനുമായി, അവർ ഒരിക്കലുമായി. അതെല്ലാം ആശ്രയം ഉണ്ടാവുള്ളൂ. കിടപ്പറയിൽ നിങ്ങൾ അവർക്കിടയിൽ വേർപിരിക്കണം. മദ്ജ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന സ്ഥലം എന്നർത്ഥം. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ, ഉറങ്ങുന്ന സ്ഥലം, അതാണ് മൽജ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ കൗമാരക്കാരെ വേറെയാക്കണം. കുറച്ചൊക്കെ ദീനുമായി ബന്ധമുള്ള, ദീൻ അറിയുന്നവരുടെ വീട്ടിലെ ഈ സംഗതിയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ കസിൻ ബ്രോ, അല്ലെങ്കിൽ എന്താണ് കസിൻ സിസ്റ്റർ, ഒരുമിച്ച് പോവാം,
ബസ്സിൽ ബാംഗ്ലൂർ ഞാൻ ഇന്നലെ ബസ്സിനാ വന്നത്. അപ്പൊ മറ്റേ KSRTC ഗണേഷ് കുമാറിന്റെ പുതിയ വണ്ടി എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി കയറിയതാ. നല്ലുണ്ട്. കോളേജ് കുമാരന്മാർക്കെല്ലാം നല്ല സുഖമായി. പെമ്പിളറേയും കൊണ്ട് കയറി അങ്ങോട്ട് സുഖമായിട്ട് കിടന്നാൽ ആരും ഒന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചെന്താ സുബ്ഹാനല്ലാഹ്, ഇവനൊക്കെ ഈ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പെടുന്ന മാതാപിതാക്കളല്ലേ? ഇതിനെല്ലാം ഒരു ഉപ്പയും ഒരു ഉമ്മയും ഉണ്ടാവൂലേ? ഇവരെന്താവുന്നു, എവിടെ പോകുന്നു, ആരെ കൂടെ വരുന്നു, എന്താ ഒരു ചിന്തയില്ലൊരു. ഇനി അതൊക്കെ നമ്മളൊന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ തന്നെ പോലീസുകാരെ കൊണ്ട് ടെൻഷൻ. പിന്നെ അതും കൂടി. ഇതാണ് അവസ്ഥ. അല്ലാഹു ഖു അൻഫുസകും വഅഹ്ലീകും. ബാലോകരെ നന്നാക്കാൻ മെനക്കരണ്ട, നിന്നെയും നിന്റെ കുടുംബത്തെയും സൂക്ഷിച്ചോ. ബാലോകർക്ക് പറഞ്ഞു കൊടുത്തോ, വേണമെങ്കിൽ നന്നായിക്കോട്ടെ, നിന്റെ ഉത്തരവാദിത്വമല്ല. പക്ഷെ നമ്മളെ വീട്ടിലുള്ളവരെ നമ്മൾ നോക്കിയേ പറ്റൂ. ഖൈർ. ഇദാ ബലഗ സ്വഗീർ, ചെറിയ കുട്ടികൾ എത്തിയാൽ, സിന്ന തംയീസ്, തംയീസിന്റെ വയസ്സെത്തിയാൽ, വഹുവ 7 സിനീൻ, അത് 7 വയസ്സാണ്. ഉമിറ ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. ലൈസ അലാ സബീലിൽ ഈജാബ്, നിർബന്ധമായിട്ടുള്ള കൽപ്പന അല്ല. അതായത് നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമായി കരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കുറ്റം കിട്ടും, ആ കൽപ്പന അല്ല. മറിച്ച് നിസ്കാരം ശീലിക്കാനുള്ള കൽപ്പന. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? കുത്തി എണീപ്പിക്കേണ്ടി വരും, അടിക്കേണ്ടി വരും, ശകാരിക്കേണ്ടി വരും. കാരണം കൂലി കിട്ടുന്നതാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ മതിയിട്ടോ, ആഹ്റത്തിൽ അല്ലാഹു പിടിക്കും. അതല്ല, ഇനി ഇവന് മനസ്സിലാവണം, ഇതെന്തോ ഭയങ്കര സംഗതിയാണ്, നിർബന്ധമായി ഞാൻ ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ 7 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായും കൽപ്പിക്കണം. കാരണം നിർബന്ധമാവുക എന്നുള്ളത് പ്രായപൂർത്തിക്ക് ശേഷം മാത്രമേ ആകുന്നുള്ളൂ. പിന്നെന്തിനാ ഇങ്ങനെ കൽപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നിസ്കാരം ശീലിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രായത്തിലെ എങ്ങനെയാ നിസ്കരിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായും പഠിച്ച് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ കുഞ്ഞുങ്ങൾ 10 വയസ്സിലെത്തിയാലോ, നിസ്കാരം കൊണ്ടുള്ള ആ കൽപ്പന കുറച്ചും കൂടി ശക്തമാക്കണം. അഥവാ നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ച് നിസ്കരിപ്പിക്കണം. പക്ഷെ അടിക്കുന്നതിനും സൈക്കോ മനുഷ്യന്മാരെ പോലെ അടിക്കാൻ പാടില്ല. അതല്ല, ഒരു പരിധിയുണ്ട്. എന്താ, മുറിവ് പറ്റാത്ത അടി. അപ്പൊ അത് മക്കളുടെ ശരീരത്തിൽ എവിടെയാണ് അടിച്ച മുറി വരാതിരിക്കുക, അടയാളം വരാതിരിക്കുക എന്നൊക്കെ നേരത്തെ പഠിച്ചു വെക്കുക. ആ സ്ഥലത്ത് എന്ത് ചെയ്യുക? അടി കൊടുക്കുക. പിന്നീട് ഒരിക്കല് ചേട്ടൻ്റെ ആൾക്കാർ വരും സ്കൂളിലൊക്കെ, അവരെ വർത്താനം കേട്ട് നമ്മളെ പൊന്നാര മുമ്പിൽ അടിച്ചിട്ട് പറയാം, ഉപ്പ ഇന്നലെ എന്നെ അടിച്ചിട്ട് പറഞ്ഞു പോകും. അങ്ങനെ അവരെ വർത്താനോ. അപ്പൊ അടയാളം എന്തെങ്കിലും ഉണ്ടോ കാണിച്ചു കൊടുത്താൽ ഉപ്പ വെറ്റും കാര്യമില്ല, ഉപ്പ വെറ്റും കാര്യമില്ല, സംഭവം കൂട്ടിയിട്ട് പോകും. അതുകൊണ്ട് ഗൈറുൽ മുബർരിഹ്, അവരെ മുറിവ് പറ്റാത്ത തരത്തിലുള്ള അടി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 3ാമത്തെ ഷർത്താണ് അത്തംയീസ്. മുസ്ലിം ആവണം, ആഖിലാവണം, തംയീസ് ഉണ്ടാവണം. 4ാമത്തെ ഷർത്ത് അശ്ശർത്തു റാബിഅ റഫ്ഉൽ ഹദസ്. എന്താണ്? റഫ്ഉൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം. ഇവിടെ നിന്ന് ഷെയ്ഖ് റഹ്മഹുല്ലാഹ് വുദൂഇലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം അശുദ്ധിന് ശുദ്ധിയാവാന്ന് പറഞ്ഞാൽ വുദൂ ആണല്ലോ ഒന്നാമത്തത്. ഇനി വുദൂഇലേക്ക് പോവാണ്. എന്താ, ഈ ശേഷമായിരിക്കും എന്ത് ചെയ്യുക? നിസ്കാരത്തിന്റെ ബാക്കി ഷർത്തുകൾ വരിക വുദൂഇനെ പറ്റി പറഞ്ഞതിന് ശേഷം. റഫ്ഉൽ ഹദസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവ അൽ വുദൂഉൽ മഅറൂഫ്, അതാണ് നമുക്കെല്ലാം അറിയാവുന്ന വുദൂ ആണ് ഉദ്ദേശിക്കുന്നത്. വമൂജിബുഹു അൽ ഹദസ്, വുദൂഇനെ നിർബന്ധമാക്കുന്ന കാര്യമാണ് ഈ അശുദ്ധി എന്ന് പറയുന്ന സംഗതി. അൽ ഹദസു, അശുദ്ധി കൊണ്ട് ദീനുൽ ഇസ്ലാം നിർവചിക്കുന്നത് ഹുവ കുല്ലു ഖാരിജിൻ മിനസ് സബീലൈനി, 2 വഴികളിലൂടെ പുറത്തേക്ക് വരുന്നതെല്ലാം ഹദസ. മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ എന്ത് പുറത്തേക്ക് വന്നാലും എന്തായി? പുളിങ്കുരു വന്നാലോ? പുളിങ്കുരു ഇല്ല, പുളിങ്കുരു. പുളി തിന്ന് കുരുവൻ തിന്നു, കുരു തയ്ച്ചു പോലുമല്ലോ. അത് മാത്രമായിട്ട് പുറത്തേക്ക് വന്നു, ഇതും മുറിവില്ലയോ? അതെങ്ങനെ വൈമുതിയത്? മൂത്രമല്ല, കാഷ്ടമല്ല, വെറും കുരു മാത്രം. കുല്ലു ഖാരിജിൻ മിനസ് സബീലൈൻ, 2 വഴിയിലൂടെ എന്ത് പുറത്തേക്ക് വന്നാലും അത് അശുദ്ധിയായി തന്നെ പരിഗണിക്കും. വകദാ അയ്യുനാഖിദ് ലിൽ വുദൂ, അങ്ങനെ തന്നെ വുദൂ മുറിയുന്ന
ഏതൊരു കാര്യവും ഈ രണ്ട് വഴിയിലൂടെ പുറത്തേക്ക് വന്നാൽ, അത് ഏതൊക്കെയാ? രക്തമാവാം, ഛർദിയാവാം, മൂത്രമാവാം, മലമാവാം, അങ്ങനെ എന്തുവാവാം. പുറത്തേക്ക് വന്നാൽ വുദൂ, അതാണ് അശുദ്ധി. വൽ ഹദസു ഹുവല്ലദീ യൂജിബുൽ വുദൂഅ, ഈ വുദൂഇനെ നിർബന്ധമാക്കുന്നത് ആ അശുദ്ധിയാണ്. അതുകൊണ്ടാണ് ഷർത്ത് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞത്? അശുദ്ധിയെ ഉയർത്തൽ. അശുദ്ധിയായവർക്കേ അത് വേണ്ടേ. നേരത്തെ ശുദ്ധിയിലാണെങ്കിലോ ആ ഷർത്ത് ബാധകമല്ല. നമ്മൾ മനസ്സിലായോ? നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ അശുദ്ധിയിലുണ്ടെങ്കിലേ ശുദ്ധിയാവേണ്ടതുള്ളൂ. ഇനി ശുദ്ധി തന്നെ ഉണ്ടെങ്കിലോ പ്രത്യേകിച്ച് ശുദ്ധിയാവേണ്ട കാര്യം വരുന്നില്ല. വൽ ഹദസു ഹദസാൻ, അശുദ്ധി രണ്ടെണ്ണം ഉണ്ട്. ഹദസുൻ അക്ബർ, ഒന്ന് വലിയ അശുദ്ധി. വഹുവ മാ യൂജിബുൽ ഗുസ്ൽ, അത് കുളിയെ നിർബന്ധമാക്കുന്ന സംഗതിയാണ്. വഹുവ അൽ ജനാബത്തു വൽ ഹൈദു വൻ നിഫാസു, ജനാബത്തും ഹൈദും നിഫാസും, ഈ മൂന്നെണ്ണമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുളി നിർബന്ധമാക്കുന്ന സംഗതികൾ. വഹദസുൻ അസ്ഗർ, ചെറിയ അശുദ്ധി. വഹുവ മാ യൂജിബുൽ വുദൂഅ, വുദൂഇനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളാണ്. വറഫഉൽ ഹദസ്, അശുദ്ധിയെ ഉയർത്തുക എന്നുള്ളത് യകൂനു ബിൽ ഗുസ്ലി, ഒന്ന് കുളി കൊണ്ടാണ് വലിയ ശുദ്ധിയാണെങ്കിൽ. വൽ വുദൂഇ, രണ്ടാമത്തെ ചെറിയ ശുദ്ധിയാണെങ്കിൽ വുദൂ കൊണ്ടാണ്. ആർക്ക്? ലിമൻ വജദൽ മാഅ, വെള്ളം ഉള്ളവർക്ക്. ഔ ഖദറ അല ഇസ്തിഅമാലിഹി, അല്ലെങ്കിൽ വെള്ളം ഉണ്ട് അത് ഉപയോഗിക്കാൻ കഴിവുള്ളവർക്ക്. അപ്പൊ ആര് പുറത്തുപോയി? വെള്ളം ഇല്ലാത്തൊരു പ്രശ്നമില്ല. വെള്ളം ഉണ്ട് പക്ഷെ ഉപയോഗിക്കാൻ കഴിവില്ല, രോഗിയാണ്, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പ്രശ്നമല്ല. ഫഇദാ ലം യൂജദിൽ മാ, ഇനി ഒരുത്തന് വെള്ളം കിട്ടിയില്ലെങ്കിൽ, ഔ വജദ, അല്ലെങ്കിൽ വെള്ളം ഉണ്ട് പക്ഷെ വലാകിൻ ലം യുഖ്ദർ അല ഇസ്തിഅമാലി, ഉപയോഗിക്കാൻ പറ്റൂല എങ്കിൽ, ഉൻതുഖില ഇലാ റഫ്ഇ കുല്ലിൻ മിനൽ ഹദസിൽ അക്ബർ വൽ അസ്ഗരി ബിത്തയമ്മും, ചെറിയ ശുദ്ധിയാവട്ടെ വലിയ ശുദ്ധിയാവട്ടെ തയമ്മും ചെയ്തുകൊണ്ട് ആ അശുദ്ധിയെ ഉയർത്തേണ്ടതാണ്. സംഭവം ക്ലിയറല്ലേ? വെള്ളം കൊണ്ടാണ് ശുദ്ധിയാക്കേണ്ടത്. ഇവിടെ ചില ഉലമാക്കൾ ചില മസല പറയും. അതായത് അശുദ്ധി വന്നാൽ നമുക്ക് വെള്ളം കൊണ്ട് വുദൂ ചെയ്തിട്ടോ കുളിച്ചിട്ടോ ശുദ്ധിയാക്കാം. ഹൃദയത്തിന് കറ വന്നാലോ? പാപം ചെയ്തിട്ടേ എന്താണ് ശുദ്ധിയാക്കാനുള്ള വെള്ളം? ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ 100ഓളം പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്തെങ്കിൽ നമ്മൾ ശീലമാക്കേണ്ടവരാണ്. ഇനി ശ്രദ്ധിച്ചോട്ടോ. വഇദാ തയമ്മം, ഒരാള് തയമ്മും ചെയ്തു. എങ്ങനെയാ തയമ്മും ചെയ്യേണ്ടത്? ഒന്നടിച്ചു, ശുദ്ധമായ മണ്ണ്. ശുദ്ധമായ മണ്ണ് നമ്മൾ ഇടയിലുള്ള ശുദ്ധമുള്ള മണ്ണ് തന്നെ. പണ്ടത്തെ ഉസ്താദന്മാരുണ്ടല്ലോ, ഫഖീഹ്, പിന്നെ മൂലന്മാര്, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഉമ്മാനുപ്പാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യാലയില്ലേ, പഴയ കയ്യാല, അതിന് തോട്ടയുണ്ടാക്കി അതിന്റെ ഉള്ളിൽ നിന്നാ മണ്ണ് കോരുക. കാരണം പുറത്ത് നായി വന്നിട്ടുണ്ടാവൂലേ, പന്നി ചവിട്ടിയിട്ടുണ്ടാവൂലേ എന്നെല്ലാം. ഒന്നുമില്ല, അതെല്ലാം ഒരു തരം വസ്വാസാണ്. അത്ര ഓവറാക്കേണ്ട കാര്യമില്ല. ശുദ്ധമായ മണ്ണ് വ്യക്തമായി നമുക്ക് രുചിച്ചിട്ടോ മണത്തിട്ടോ നിറത്തിലോ പകർച്ച വന്നിട്ടില്ലാത്തതെല്ലാം എന്താണ്? താഹിറാണ്, ശുദ്ധിയുള്ളതാണ്. അടിച്ചു, മുഖം തടവി, ഒന്നിങ്ങനെ തടവി, രണ്ടിങ്ങനെ തടവി, ഖലാസ്, തയമ്മും കഴിഞ്ഞു. സംശയമുണ്ടാ? അങ്ങനെ അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, സംശയമുണ്ടോ? വേണ്ട, മുൻകൈ മാത്രമാണ് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത്. അത്രയേ ഉള്ളൂ. തയമ്മും, സംഭവം കഴിഞ്ഞു. മണ്ണല്ലെങ്കിൽ മണ്ണുമായി ബന്ധപ്പെട്ട എന്തിനെങ്കിലും, അതൊക്കെ ഉലമാക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചുമരിലാണെങ്കിലും മദീദ് പറഞ്ഞിട്ടുണ്ട്. അത് പൊതുവെ എപ്പോഴാ അതിന്റെ എല്ലാം ആവശ്യം വരിക? നിർബന്ധിത ഘട്ടത്തിലല്ലേ. അപ്പം ഇന്ദറൂറത്തി കുല്ലുൻ ജായിസ്, അതൊരു പൊതു നിയമമാണ്. അത്യാവശ്യ ഘട്ടം വന്നു, വേറെ വഴിയൊന്നുമില്ല, അത് ജായിസാണ്. എന്നാൽ നല്ല മണ്ണെടുക്കാനും മണ്ണ് തന്നെ അടിക്കാനും ഒക്കെ പറ്റുന്ന സമയങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ആ പിന്നെ അവസ്ഥക്കനുസരിച്ച്. സംഭവം മനസ്സിലായോ? ഭയങ്കര ബുദ്ധിപ്പോ പ്ലെയിനിലായിരിക്കുന്നത് വെച്ചോ, എന്ത് ചെയ്യും? സീറ്റിനടിക്കാൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കുള്ള മസല എന്താ അറിയോ? പ്ലെയിനിലൊക്കെ ആണെങ്കിൽ വുദൂ ചെയ്യാൻ നിർവാഹമില്ല, തയമ്മും ചെയ്യാൻ നിർവാഹമില്ല. എന്ത് ചെയ്യണം? ഇല്ലാണ്ട് നിസ്കരിക്കണം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ വത്തഖുല്ലാഹ മസ്തതഅതും. സംഭവം അത്രേ ഉള്ളൂ. പിന്നെ പെറുക്കെത്തി, വെള്ളം കിട്ടി, വുദൂ ചെയ്യാം, നിസ്കാരം മുടക്കി നിസ്കരിക്കാൻ കഴിയും. സമയത്ത്, അവിടെയും പറയുന്നത് എന്താ അറിയോ? സമയത്ത് നിസ്കാരം നിർവഹിച്ചിരിക്കണം.
ഇപ്പൊ ബസ്സിലാണ്, KSRTC ഇരിക്കുകയാണ്, ഒരു സ്റ്റോപ്പ് അനുവദിക്കൂല, ഇറങ്ങാനും കഴിയില്ല, അങ്ങ് നിസ്കരിച്ചോളണം. അതിന് നിസ്കരിച്ച് എന്തായാലും ഇപ്പൊ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ളുഹർ കഴിയും. ളുഹറിന്റെ ടൈമിൽ ളുഹർ നിസ്കരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ജമ്മാക്കാൻ വേണ്ടി അസറിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അസറിന്റെ കൂടെ ജമ്മാക്കാൻ നീയത്താക്കണം. ഇനി അതല്ല അസറിന്റെ സമയത്തും ബസ്സിൽ തന്നെ ആയിരിക്കും, നിസ്കരിച്ചേക്കണം. വുദു ഇല്ല, വേണ്ട, വുദു ഇല്ലാതെ തന്നെ നിസ്കരിച്ചേക്കണം. ഇറങ്ങിക്കഴിഞ്ഞ് വുദു എടുത്തിട്ട് നിസ്കാരം അതേപോലെ അങ്ങ് മടക്കിയാൽ സംഭവം കഴിയും. പക്ഷെ സമയത്ത് നിസ്കരിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് മടക്കാൻ പറഞ്ഞത്? ശുദ്ധി ഇല്ലാതെ, ഷർത്ത് ഇല്ലാതെ നിസ്കരിച്ചുകൊണ്ട് അത് കിട്ടിയപ്പം അത് ചെയ്തു, എന്നിട്ട് മടക്കി നിസ്കരിക്കണം. നിസ്കരിക്കണം, കാരണം വുദു ഇല്ലാണ്ടല്ലേ നിസ്കരിച്ച്. അതുകൊണ്ട് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അതും അനുമതി. സീറ്റ് അടിക്കാന്നുള്ളതൊക്കെ അല്ലാഹു ആലം, എന്റെ അറിവിലില്ല. കാരണം സൗദിയിലെ പണ്ഡിതന്മാർ ഷെയ്ഖ് സാലിഹുൽ ഫൗസാന്റെ ഒക്കെ അഭിപ്രായത്തില് സീറ്റ് അടിക്കുന്നതിനൊന്നും പ്രോത്സാഹിപ്പിച്ചിട്ട് കാണുന്നില്ല. അല്ലാഹു ആലം. സീറ്റിൽ കൈ അടിക്കാന്ന്, സീറ്റിലൊക്കെ മതിലൊക്കെ ഡെസ്കിലടിക്കുക. അതിന്റെ കാരണം പറയുന്നത് വെച്ചാൽ എല്ലാത്തിന്റെ അസൽ എന്താണ്? മണ്ണാണ്. എല്ലാത്തിന്റെ അസല് മണ്ണാണ്. അതുകൊണ്ട് ഏതിലടിച്ചാലും അല്ലാഹു ആലം. എന്തായാലും ഫത്വകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് നമുക്കൊന്ന് ക്ലിയർ ആക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പൊ ഒരാള് തയമ്മം ചെയ്തു, ലിൽ ഹദസിൽ അക്ബർ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ, സുമ്മ വജദൽ മാഅ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? വെള്ളം കിട്ടിയാൽ ഇഗ്തസല, അപ്പോൾ എന്ത് ചെയ്യണം? കുളിക്കണം. എന്നാലേ വലിയ ശുദ്ധി ശരിക്കും ശുദ്ധിയാവുള്ളൂ. ഇനി ആ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലോ? വേണ്ട. വെള്ളം ഇല്ലാത്തവർക്ക് തയമ്മം കൊണ്ടായി. വെള്ളം ഇല്ലാത്തതുകൊണ്ട് തയമ്മം ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ കുളിക്കാനുള്ള വെള്ളം കിട്ടിയാൽ കുളിക്കുക തന്നെ വേണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സഈദ തയ്യിബ്, പരിശുദ്ധമായ മണ്ണ്, തഹൂറുൽ മുസ്ലിം, ഒരു മുസ്ലിമിന് ശുദ്ധിയുള്ള സാധനമാണ്. വഇല്ലം യജിദിൽ മാഅ 10 സിനീൻ, 10 കൊല്ലത്തോളം വെള്ളം കിട്ടിയില്ലെങ്കിലും. 10 കൊല്ലം വരെ വെള്ളമില്ല, എന്ത് മതി? 10 കൊല്ലം വരെ തയമ്മം തന്നെ മതി. ഇനി വലിയ ശുദ്ധിന്ന് ശുദ്ധിയാവാൻ വേണ്ടി സഹാബി ചെയ്തെന്താ? മണ്ണ് കിടന്നിട്ട് ഉരുണ്ടു. കാരണം ശരീരം മൊത്തം വെള്ളമാക്കണം എന്നല്ലേ. പക്ഷെ ഈ സഹാബി അതിലേക്ക് ഖിയാസാക്കിയിട്ട് ഉരുണ്ടു. സുഹായ പറഞ്ഞു വേണ്ട, ചെറിയ ശുദ്ധി കാണുന്നു, വലിയ ശുദ്ധി കാണുന്നു, തയമ്മം ഇത്രയേ ഉള്ളൂ. ഫഇദാ വജദൽ മാഅ, ഇനി അവന് വെള്ളം കിട്ടിയാൽ, 10 കൊല്ലായിട്ട് വെള്ളമില്ല, തയമ്മം തന്നെ മതി. ഫഇദാ വജദൽ മാഅ, വെള്ളം കിട്ടിയാൽ ഫല്യമുസ്സഹു ബശറതഹു, ആ വെള്ളം അവൻ അവന്റെ തൊലിയിൽ ആക്കിക്കൊള്ളട്ടെ. ഫഇന്ന ദാലിക ഖൈർ, അതാണ് അവൻ ഏറ്റവും നല്ലത്. ഇപ്പൊ വെള്ളം ഇല്ലാത്തിടത്തോളം തയമ്മം മാത്രം മതി, വെള്ളം കിട്ടിയാൽ ഉടനെ തന്നെ കുളിക്കണം. അങ്ങനെ പറയാൻ കാരണം വെച്ചാല്, ഞാൻ ഓൾറെഡി തയമ്മം ചെയ്തല്ലോ, അതുകൊണ്ട് ഇപ്പൊ കുളിക്കൊന്നും വേണ്ട, അങ്ങനല്ല. കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കുളിച്ചേക്കുക. അഖ്റജഹു അത്തിർമിദി, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ, സഹിയായ ഹദീസ. വഇദാ ഇഗ്തസല, ഇനി ഒരാൾ കുളിച്ചു, മൻ അലൈഹി ഹദസുൽ അക്ബർ, വലിയ ശുദ്ധിക്കാരനായ ഒരാൾ, വനവാ റഫഅൽ ഹദസിൽ അക്ബർ വൽ അസ്ഗർ, ആ കുളിയോടൊപ്പം വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനും ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനും കരുതിയാൽ ഇർതഫഅ, ഇവ രണ്ടും ശുദ്ധിയാവും. പക്ഷെ കുളിക്കിടയിൽ ഗുഹ്യസ്ഥാനം തൊട്ടാൽ പിന്നെ കുളി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വുദൂ ചെയ്യണം. ഇമാം അഹ്മദ് ഹംബൽ റഹ്മഹുല്ലാഹു തആല കുളിക്കുന്നത് കണ്ടു മോൻ. അങ്ങനെ കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഉപ്പ എന്ത് ചെയ്യുന്നു? വുദൂ ചെയ്യുന്നു. അപ്പൊ മോൻ അബ്ദുള്ള ചോദിച്ചു ഉപ്പാനോട്, ഉപ്പ വലിയ ശുദ്ധിന്ന് ശുദ്ധിയാകുമ്പം പിന്നെ വുദൂഇന്റെ നിയ്യത്തും കൂടി ഉണ്ടെങ്കിൽ രണ്ടും കിട്ടിയല്ലോ, പിന്നെ എന്തിനാ പിന്നെ വുദൂ ചെയ്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ഗുഹ്യ ഭാഗത്ത് തൊട്ടുപോയി. അപ്പൊ അത് ശ്രദ്ധിക്കുന്നെങ്കിൽ ആ കുളിയിൽ തന്നെ രണ്ടും കിട്ടി. അമ്മാ ഇദാ അഫാദൽ മാഅ അലാ ജസദിഹി ഫീ ഗുസ്ലിൽ ജുമുഅ അവി തബറുദ്, ഒരാൾ വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിക്കുന്നല്ല, പിന്നെ ഒന്നുകിൽ ജുമുഅന്റെ സുന്നത്തായ കുളി കുളിക്കാണ്, അതല്ലെങ്കിൽ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാദാ കുളി. ആ സമയത്ത് അവൻ ആ കുളിക്കുമ്പം ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി നിയ്യത്താക്കിയാൽ ആ കുളി കൊണ്ട് എന്താവൂല? വുദൂഇന്റെ സ്ഥാനത്ത് ആവൂല. മനസ്സിലായില്ല? വലിയ ശുദ്ധിയിൽ ശുദ്ധിയാവുമ്പം അതിന്റെ കൂടെ ശുദ്ധിയായി, ഓൾറെഡി ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കുന്നല്ലേ. എന്നാൽ ജുമുഅക്കോ തബറുദിനോ, തബറുദ് എന്ന് പറഞ്ഞാൽ ശരീരം തിളപ്പിക്കുക, ക്ഷീണം മാറ്റാൻ, അക്കുളിയിൽ
ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നു എന്ന നീയത്ത് വെച്ചാലും എന്താവൂല, ശുദ്ധിയാവൂല. കുളി കഴിഞ്ഞിട്ട് വുളൂ ചെയ്താലേ ആവുള്ളൂ. കാരണം ആ കുളിയിൽ എന്ത് നീയത്തില്ല, എന്തില്ല അതിന്റെ അസലിൽ. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നൊരു അസലയിലില്ല ആ കുളിയില്. അതുകൊണ്ട് ശരിയാവൂല, വുളൂ പിന്നീട് ചെയ്യേണ്ടി വരും. ഇല്ല, വരുന്നുണ്ട്. ഇതാണ് വുദൂ. അതായത് ചെറിയ ശുദ്ധി, വലിയ ശുദ്ധി. വലിയ ശുദ്ധിന്റെ ഷർത്ത് എന്തൊക്കെയാ? ശരീരം മൊത്തം ആവണം, അശുദ്ധി ഉയർത്തുന്നു എന്നൊരു നിയത്ത് ഉണ്ടാവണം. പൂർണ്ണ രൂപം വുദൂ ചെയ്ത് ഗുഹ്യഭാഗം ആദ്യം കഴുകി വൃത്തിയാക്കി വുദൂ ചെയ്തിട്ട് പിന്നെ കുളിക്കലാണ് ഇതിന്റെ പൂർണ്ണ രൂപം. വുദൂവിന്റെ ഷർത്തുകൾ അശ്റത്തുൻ, എത്രയുണ്ട്? 10. 1 അൽ ഇസ്ലാം, എന്താവണം? മുസ്ലിമായിരിക്കണം. 2 വൽ അഖ്ലു, ബുദ്ധി ഉണ്ടായിരിക്കണം. 3 വത്തമീസു, വകതിരിവുണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ 3. 4-മത്തത് വന്നിയ്യ, എന്ത് വേണം? നിയത്ത് വേണം. നിയത്ത് പറയലല്ല, കരുതലാണ്. നിയത്ത് പറയൽ ബിദ്അത്താണ്. അപ്പൊ നിയത്ത് എപ്പോഴേ വേണം? ഇന്നലെ ഒരാളെന്നോട് ചോദിച്ചു, വുദൂ ചെയ്യുമ്പോ മുഖം കഴുകൽ തൊട്ടാണോ നമുക്ക് നിയത്ത് വേണ്ടത്, അല്ല അതിന് മുമ്പേ വേണോ? ആ സംശയം വരാനുള്ള കാരണം ശാഫിഈ ഫിഖ്ഹിൽ വുദൂഇന്റെ ഫർള് തുടങ്ങുന്നത് മുഖം കഴുകൽ തൊട്ടാണ്. അതിന് മുമ്പുള്ളൊക്കെ അവർക്ക് സുന്നത്താണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ഫർളോട് കൂടിയാണല്ലോ സംഭവം തുടങ്ങുക, അതുകൊണ്ട് നീയത്ത് മുഖം കഴുകുന്നത് തൊട്ട് വേണം എന്ന് പഠിപ്പിച്ചു. അങ്ങനല്ല, അമല് തുടങ്ങുമ്പോൾ വുദൂ കൈ കഴുകൽ കൊണ്ട് തന്നെ തുടങ്ങുമ്പോഴേ മനസ്സിൽ എന്ത് വേണം? നീയത്ത് ഉണ്ടാവണം. നീയത്ത് എന്ന് പറഞ്ഞാൽ കരുതൽ, ഞാനിതാ വുദൂ ചെയ്യാൻ പോവാണ് എന്നുള്ള തോന്നൽ മനസ്സിലുണ്ടാവണം. 5-മത്തെ ഷർത്ത് ശ്രദ്ധിക്കുന്നതാണ്, ഇസ്തിസ്ഹാബു ഹുക്മിഹാ, നീയത്തിനെ ആ വുദൂ കഴിയുന്നത് വരെ തുടർത്തണം. എന്ന് പറഞ്ഞാല്, ഉദാഹരണത്തിന് വുദൂ ചെയ്യുന്നതിന്റെ ഇടയിൽ വുദൂഇനെ നിർത്തുന്ന നീയത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൈ കഴുകി, മുഖം കഴുകി, കൈ കഴുകി, അപ്പോഴാണ് ചങ്ങായി വന്നത്. ചങ്ങായി വന്നിട്ട് പുതിയ വിഷയം എടുത്തിട്ടു. എന്ത്? മറ്റേ വിഷയം അറിഞ്ഞ നിങ്ങള് അമേരിക്കന്റെ ബുഷും മറ്റേ ട്രംപൊന്നും കാണും പോലല്ല. അതാണ് ഞാനും വായിച്ചടാ. അപ്പം ഓന്റെ മനസ്സിൽ എന്തായി? ഒരു കൈ കഴുകിയിട്ടുണ്ട്, അപ്പൊ പിന്നെ വുദൂ ചെയ്യാം പോയി. പിന്നെ വുദൂ ചെയ്യാൻ ചിന്തിക്കുന്നതോട് നിയത്ത് പോയി, വുദൂവും പോയി. ഇനി ഓന് ഇപ്പോഴത്തെ കൈ കഴുകി തുടങ്ങിയാൽ പോരാ, ഫസ്റ്റ് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. സംഭവം മനസ്സിലായ? അതാണ് നീയത്തിനെ ഇസ്തിസ്ഹാബ് ചെയ്യണം. വുദൂ കഴിയുന്നവരെ വുദൂ ചെയ്യാണ് എന്നുള്ള ബോധത്തോട് കൂടെ ചെയ്യുക. അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മതി, എന്നാ പിന്നെ ബാക്കി പിന്നാക്ക പോയി. നീയത്തിന്റെ ഇടയിൽ നിന്ന് മുറിഞ്ഞാൽ വുദൂവും മുറിഞ്ഞു. ഷർത്താണ്, നിബന്ധനയാണ്. 6-മത്തത് വൻഖിതാഉ മൂജിബിൻ, വുദൂഇനെ നിർബന്ധമാക്കുന്ന കാര്യം എന്താണോ അത് പൂർണ്ണമായും ഒഴിവായിരിക്കണം. ഉദാഹരണത്തിന്, ഭയങ്കര ബിസി മാൻ, ബിസിനസ്മാൻ ആയിരിക്കും, ഒന്നിനും സമയമില്ല. അതുകൊണ്ട് എന്താക്കി? മൂത്രയ്ക്കലും വുദൂ ചെയ്യലും ഒരുമിച്ച്. താഴ്ന്ന് മൂത്രം പോകുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് വുദൂവും ചെയ്യുന്നുണ്ട്. അത് പറ്റൂല. കാരണം മൂത്രമൊഴിക്കൽ മൂജിബാണ്, വുദൂഇനെ മുറിക്കുന്ന, ശുദ്ധി നിർബന്ധമാക്കുന്ന, അത് ഒഴിവാക്കണം, അത് തീരണം. എന്നാലേ എന്താവുള്ളൂ? തുടങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഗ്യാസ് സ്റ്റബിൾ ഉണ്ടെങ്കിലും വളി വിട്ടുകൊണ്ടുമുണ്ട്, വുദൂ ചെയ്തുകൊണ്ടുമുണ്ട്, അതാവൂല. കാരണം ഗ്യാസ് പോവല് മൂജിബാണ്, വുദൂഇനെ നിർബന്ധമാക്കുന്ന സംഗതിയാണ്. അത് തീർന്നാലേ എന്താവൂ? തീരാത്ത മനുഷ്യനാണെങ്കിലോ അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ലേ, എന്താക്കും? അയാൾക്ക് വേറെ മസലയുണ്ട്. ദീനുൽ ഇസ്ലാം അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ട് നിയമം പറഞ്ഞിട്ടുണ്ട്. ഫുഖഹാക്കൾ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരല്ല, അവരെ അങ്ങേയറ്റം വരെ ചിന്തിച്ചിട്ട് ഇജ്തിഹാദ് ചെയ്തിട്ട് മസല പറഞ്ഞു തരും. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, മുൻഗാമികൾക്ക് അള്ളാഹു സ്വർഗ്ഗം നസീബാക്കി കൊടുക്കട്ടെ. അവരിങ്ങനെ ഇജ്തിഹാദ് ചെയ്തും പഠിച്ചും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഇരുട്ടിൽ തപ്പുന്നുണ്ടാവും. കാരണം അങ്ങനത്തെ ഇൽമി ഇപ്പൊ നമ്മളെ കൈമേലില്ല. 6-മത്തത് വുദൂഇനെ നിർബന്ധമാക്കുന്ന കാര്യം പൂർണ്ണമായും ഒഴിവായിരിക്കൽ. മൂത്രവെച്ച് കഴിയണം, എന്നിട്ട് വേണം വുദൂ തുടങ്ങാൻ. എന്താണെങ്കിലും രക്തം പോയിക്കൊണ്ടുണ്ട്, വുദൂ ചെയ്തുകൊണ്ടുണ്ട്, ആവൂല. അത് തീരണം, ഇൻഖിതാ ആവണം. അത് നിർത്തിയിട്ട് വേണം തുടങ്ങാൻ, എന്നാലേ ശരിയാവുള്ളൂ. അതേപോലെ 7-മത്തത് വസ്തിൻജാഉ ഔ ഇസ്തിജ്മാറു ഖബ്ല, വുദൂഇന് മുമ്പ്
വെള്ളം കൊണ്ടോ കല്ല് കൊണ്ടോ ശുദ്ധിയാക്കണം. അതെപ്പോ ആവശ്യമുണ്ടെങ്കിൽ മുത്രയിച്ചിട്ടുണ്ട്, എന്നാൽ എന്ത് ചെയ്യണം? വെള്ളം കൊണ്ടോ കല്ല് കൊണ്ടോ. ശരിക്കും ഇവ രണ്ടും കൊണ്ട് ചെയ്യലാണ് ശുദ്ധിയുടെ പൂർണ്ണത. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അത് ഖുബാ പള്ളിന്റെ ചുറ്റുമായി താമസിച്ച ആ ഗോത്രക്കാരെ സംബന്ധിച്ച് വന്ന ആയത്താണ്. കാരണം അവർക്ക് വെള്ളമുണ്ട്, കിണറുണ്ട്. അവരെന്ത് ചെയ്യും? കല്ലുകൊണ്ട് ആദ്യം ശുദ്ധിയാക്കും, അത് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ടും കഴുകും. അതിന് അള്ളാഹു പ്രശംസിച്ചു. അവരെ പറ്റി അള്ളാഹു പറഞ്ഞു, അവിടെ ചില ആളുകളുണ്ട്, അവർ ശുദ്ധിയാകാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ശുദ്ധിയുള്ളവരാ, അള്ളാഹുവിന് ഇഷ്ടമാണ്. അതിന്റെ തഫ്സീറിൽ കഥ കാണാം. ഇസ്തിജ്മാർ, കല്ലുപയോഗിക്കുക. കല്ലെന്നെ വേണമെന്നില്ല, നമ്മളെ നജസിനെ വലിച്ചെടുക്കുന്ന എന്തുമാവാം. മൺകട്ടയോ, എല്ല് പറ്റൂല. എല്ല് നമ്മളെ ചങ്ങായിമാരുടെ ഫുഡല്ലേ, എല്ലാരും ഫുഡാ, ജിന്നുകളെ ഭക്ഷണമല്ലേ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. റസൂല പ്രത്യേകം പറഞ്ഞതാണ്, കാഷ്ടവും എല്ലും ഇത് രണ്ടും അവരുടെ ഭക്ഷണമാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ അപ്പൊ ഇസ്തിജ്മാറിന്റെ വാക്കർത്ഥം കല്ലുപയോഗിക്കുന്നതാണ്. പക്ഷെ കല്ലെന്നെ ആവണമെന്നില്ല, നജസിനെ വലിച്ചെടുക്കുന്ന എന്തു ആവാം. അപ്പൊ എന്തു ആവാം? ടിഷ്യൂ പേപ്പർ ആവാം. നമ്മൾ പണ്ടൊക്കെ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്ന ആൾക്കാരെ പരിഹസിക്കലുണ്ട്. പരിഹസിക്കപ്പെടേണ്ടതല്ല, അനുവദിക്കപ്പെട്ടതാണ്. പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മളെ ഇന്ത്യൻസ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന് ടിഷ്യൂ പേപ്പർ ഒന്നും പോരാ. കാരണം നമ്മൾ തിന്നുമ്പോൾ തന്നെ ചോറ്, കറി, വറവ്, അച്ചാറ്, പപ്പടം, കച്ചടി, പിച്ചടി, ഇതെല്ലാം കൂടി ഒരുമിച്ച് ഉള്ളിലിട്ടാല് അതേപോലെ ഒരുമിച്ചാ പുറത്തേക്ക് വരിക. അപ്പൊ ഒരു ടിഷ്യൂ പേപ്പർ ഒന്നും മതിയാവൂല. പക്ഷെ അവരങ്ങനെയല്ല. യൂറോപ്യൻസ് അങ്ങനെ ഫുഡ് തിന്നുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്, തിന്നുന്ന സാധനത്തിന് ക്വാളിറ്റി ഉണ്ട്. അപ്പൊ പുറത്തേക്ക് വരുന്നതും തുടച്ചാൽ പോയി എത്രയേ ഉള്ളൂ, കലാസ് അവർക്ക് തീരും. അതുകൊണ്ടായിരിക്കാം ഇപ്പം സൗദിയിൽ വരെ ചില പള്ളികളിലൊക്കെ ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത്. വെള്ളം കിട്ടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ കണവ് മതിയാവും, ശുദ്ധിയാക്കണവ് മതി, നേഴ്സിനെ ഒഴിവാക്കുന്ന സംഗതി ആയാൽ മതിയാവും. നമുക്ക് ഡൽഹിയിൽ പഠിക്കുമ്പോൾ കേരളക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ബക്കറ്റ് ഓഫീസിൽ നിന്ന് തരും. അവർക്കെല്ലാം കിണ്ടി അറിയല്ലോ, അതിലെല്ലാം കഴിഞ്ഞോളണം. കേരളക്കാരെന്ന് കണ്ടാല് ബാൾട്ടി ഉണ്ടാക്കലേക്ക് ജാവുമായി ഓഫീസിൽ നിന്ന് നമുക്ക് ബക്കറ്റ് തരും. നമുക്ക് ആ വെള്ളം അങ്ങനെ ആവശ്യമാണെന്ന് അവർക്ക് അറിയാവുന്നതാണ്. അപ്പൊ വുദൂഇന് മുമ്പ് ശുദ്ധിയാക്കൽ, മലമൂത്ര വിസർജനത്തിൽ നിന്ന് അത് മലമൂത്ര വിസർജനം ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിലും ഒന്ന് വൃത്തിയാവുന്നത് നല്ല തന്നെ. പിന്നെയോ 8 വെള്ളം തഹൂറായിരിക്കണം, താഹിറായ പോരാ. കാപ്പി താഹിറാണ്, പക്ഷെ ഇതിനെ കൊണ്ട് വുദൂ ചെയ്യാൻ പറ്റൂല. തഹൂർ എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമായിരിക്കണം വുദൂ ചെയ്യുന്ന വെള്ളം. അത് മാത്രം പോരാ, വ ഇബാഹത്തുഹു, ആ വെള്ളം ഹലാലുമായിരിക്കണം. അപഹരിച്ച്, നമ്മളെ കേരളക്കാർക്ക് ആ മസല മനസ്സിലാവില്ല, കാരണം എല്ലാവർക്കും കിണറും വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപഹരിക്കാം, അപ്പുറത്തെ വീട്ടുകാരൻ മണിക്കൂറുകളോളം പോയി നടന്ന് കോരിക്കൊണ്ടുവന്ന വെള്ളമായിരിക്കാം അവരെടുത്തിട്ടുണ്ടാവും. ചിലപ്പോ കട്ടതായിരിക്കാം, ചിലപ്പോ പൈസ കൊടുക്കാണ്ട് വീടിൽ നിന്ന്, ഗൾഫിലൊക്കെ പൈസ കൊടുത്താലല്ല വെള്ളം കിട്ടുമല്ലോ, അതൊക്കെ ആവാം. കറണ്ട് ബില്ലടക്കാത്തല്ല, വെള്ളത്തിന്റെ ബില്ലടക്കാത്ത വെള്ളം ഗവൺമെന്റിന്റെ, അത് ഹലാലാവില്ല. ഗവൺമെന്റിന് പൈസ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇതിങ്ങനെ നീട്ടി വെച്ചാ കുറച്ചുമ്പോ ഇത് തള്ളിക്കോളും, അത് ശരിയല്ല. വെള്ളത്തെ അനുവദനീയമാക്കണം, വെള്ളം ഹലാലാവണം. എന്നാൽ മസലയിൽ ഒരു വ്യത്യാസമുള്ളത്, കട്ട പാത്രത്തിലാണെങ്കിൽ ഉപയോഗിച്ചതെങ്കിലോ, ഒരുത്തം പാത്രവും കട്ടു, പക്ഷെ വെള്ളം എന്റെ പുറക്കുന്നല്ല, കോരാൻ വേണ്ടി പിന്നെ തൊട്ടി കാട്ടിട്ടുണ്ട്, അങ്ങനെ വുദൂ ചെയ്യുന്നെങ്കിലോ വുദൂ ശരിയാവും. കാരണം ഇബാഹത്തുൽ മാഇ, വെള്ളമാണ് വുദൂവായിട്ട് കണക്ട് ആയിട്ടുള്ളത്, പാത്രത്തിന് വുദൂവായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് വുദൂവായിട്ട് ബന്ധമുള്ള വെള്ളം ഓൾറെഡി ഹലാലാണ്, പക്ഷെ പാത്രം കട്ടത് കൊണ്ടും പാവിയാവും, അത്രയേ ഉള്ളൂ. വുദൂ ശരിയാവും. പക്ഷെ വെള്ളം കട്ട വെള്ളമാണെങ്കിൽ വുദൂ ശരിയാവൂല, കാരണം അത് ഷർത്താണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആരാ വെള്ളം കക്കാൻ വുദൂ ചോദിക്കുക? ബില്ലടക്കാതിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ തന്നെ കളവ് തന്നെയാണ്. തൊലിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്നതിനെ ആദ്യം നീക്കം ചെയ്യണം. അതെന്താ സാധനം? അത്
തടയുന്നത് നമുക്ക് തൊട്ടാൽ അറിയുന്ന സാധനമായിരിക്കണം. മഷിയൊന്നും കുഴപ്പമില്ല. പണ്ടെല്ലാം മഷി കളയാൻ വേണ്ടിയിട്ട് ഹൗദന്റെ കരക്ക് എത്ര വരച്ച് കയ്യെല്ലാം എഴുതുമ്പോ മഷിയാവല്ലോ, ഒന്നും പ്രശ്നമില്ല. മേലാഞ്ചി പ്രശ്നമല്ല, എണ്ണ പ്രശ്നമല്ല. എണ്ണ നമുക്ക് തൊട്ടാ ഒരു തടിയായിട്ട് കിട്ടുന്ന സാധനമല്ലല്ലോ. വാസ്ലിൻ തേച്ച ഇത് ഒന്നും വിഷയമല്ല. ഒക്കെ തൊലിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ക്രീമുകൾ ഒന്നും വിഷയമല്ല. പക്ഷെ താറ് അല്ലെങ്കിൽ മൈദപ്പൊടി, പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാവ് കഴിച്ചതിന്റെ മാവ് കൈമലുണ്ടെങ്കിൽ അതൊന്നും പറ്റൂല, എല്ലാം കളയണം. പിന്നെ നഖത്തിനിടുന്നതില്ലേ ക്യൂടെക്സ്, അതെല്ലാം കളഞ്ഞിട്ടേ വുളു ചെയ്താലേ വുളു ശരിയാവുള്ളൂ. വെള്ളം നമ്മളെ തൊലിക്ക് തട്ടുന്നതിനെ തടയുന്ന എന്തെങ്കിലും ആണെങ്കിൽ അത് നിർബന്ധമായി. അപ്പൊ വുളു ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതേപോലെ നിത്യാശുദ്ധിക്കാരൻ, നമ്മൾ പറഞ്ഞല്ലോ, ഗ്യാസ് ട്രബിളോ മൂത്രവാർച്ചക്കാരനോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഫർദ് നിസ്കാരത്തിന് സമയം ആവണം. അതിന്റെ സമയം ഇപ്പൊ ളുഹർ 1 മണിക്കാണ് ഇഖാമത്തെങ്കിൽ 12:55 വേണം വുളു ചെയ്യാൻ. ഒരു 11 മണിക്ക് വുളു ചെയ്തിട്ട് പള്ളി കയറി ഇരുന്നാൽ ഓന്റെ വുളു ശരിയാവൂല. ഫർദിന് കേട്ടോ, സുന്നത്തിന് ആ പ്രശ്നമില്ല. മസല ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. അള്ളാഹു അറിഞ്ഞ് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ഇതൊക്കെ